Welcome to Garam Masala, the magic spices of cooking. ഷവർമ സമോസ. ഇന്ന് നമുക്ക് ഷവർമ സമോസ തയ്യാറാക്കിയെടുക്കാം. നല്ലൊരു സ്നാക്കാണിത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഷവർമയാണിത്. സമോസ ഷീറ്റ് കൊണ്ടാണ് ഇതിനെ കവർ ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് ഷവർമ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയ സവാള, 1 കപ്പ് ക്യാബേജ്, 1/2 കപ്പ് ക്യാരറ്റ്, ഒരു പച്ചമുളക് ഇവയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിനെ ഒരു ബൗളിലോട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ബോൺലെസ് ചിക്കൻ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് ചിക്കൻ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് വേവിച്ചെടുത്തതാണ്. അതിനുശേഷം നമുക്ക് ഇതിനെ ഷ്രെഡ് ചെയ്തെടുക്കണം. നമുക്ക് ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായി നമുക്ക് മയണൈസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ 1/4 കപ്പോളം മയണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഹോം മെയ്ഡ് മയണൈസ് ആണിത്. സ്റ്റോർ ബോട്ടിൽ മയണൈസും യൂസ് ചെയ്യാം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യാനുസരണം മയണൈസ് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഷവർമ ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ ഒട്ടിച്ചെടുക്കാനുള്ള ഗം തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ മൈദ എടുക്കണം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒരു തിക്ക് ബാറ്ററാക്കി മാറ്റണം. അങ്ങനെ നമ്മുടെ ഗം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ സമോസ തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി ഞാൻ റെഡിമെയ്ഡ് സമോസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് കോൺ ഷേപ്പിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് നമുക്ക് ഫില്ലിംഗ് വെച്ചു കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ചു കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് മടക്കിയെടുക്കണം. ഗം ഉപയോഗിച്ച് ഇതിന്റെ സൈഡെല്ലാം നന്നായി ഒട്ടിച്ചു കൊടുക്കാം. നന്നായി ഒട്ടിച്ചു കൊടുക്കണം. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എണ്ണ അകത്തോട്ട് കയറും. എല്ലാ സൈഡും ഫിൽ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്ക് എല്ലാ സമോസയും തയ്യാറാക്കിയെടുക്കാം. റെഡിമെയ്ഡ് സമോസ പേസ്ട്രിക്ക് പകരമായി ഹോം മെയ്ഡ് സമോസ പേസ്ട്രി ഉണ്ടാക്കിയാലും മതി. റെഡിമെയ്ഡ് സമോസ പേസ്ട്രിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സമോസ ഉണ്ടാക്കുന്നതിന്റെ 1 മണിക്കൂർ മുൻപെങ്കിലും ഇതിനെ ഫ്രീസറിൽ നിന്ന് പുറത്തോട്ട് വെക്കണം. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം. ചൂടായ എണ്ണയിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സമോസകൾ ചേർത്ത് കൊടുക്കാം. സമൂസ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടായിരിക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. ഇനി ഇതിനെ ക്രിസ്പി ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സമോസ തയ്യാറായിട്ടുണ്ട്. ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ സമോസകളും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ഷവർമ സമോസ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.